പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ നിറഞ്ഞവരെ, ഒരിക്കൽ മുൻപരിചയമില്ലാത്ത ഒരു യുവതിയും യുവാവും എന്നെ കാണുവാനായിട്ട് വരികയുണ്ടായി. അവർ വന്ന ഉടനെ എന്നോട് പറയുകയുണ്ടായി, അച്ഛാ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, ആദ്യത്തെ വാർഷികമാണ്. എനിക്കൊത്തിരി സന്തോഷമായി. ഞാൻ ധരിച്ചിരുന്നു ഒരുപക്ഷെ അവർ എന്നെ കാണുവാനും തുടർന്ന് അനുഗ്രഹം വാങ്ങിക്കുവാനൊക്കെ ആയിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അവർ പറയുമായിരുന്നു, അച്ഛൻ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, പക്ഷേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ വിവാഹബന്ധം വേറെ പിരിയുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ അവരെ ഇരുത്തി അവരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഞാൻ അവരോട് സംസാരിച്ചു. ആ തീരുമാനത്തിനും അവർ പിന്തിരിയുവാനായിട്ട് ഞാൻ പല പ്രാവശ്യമായിട്ട് അവരോട് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിയുവാനായിട്ട് ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ വരാമോ? എനിക്ക് നാളെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ എൻ്റെ ആവശ്യം അനുസരിച്ച് അവർ അത് അംഗീകരിച്ചു. പിറ്റേ ദിവസം എന്നെ കാണുവാനായിട്ട് വരികയുണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം അവർ വന്ന് ഞാൻ വീണ്ടും അവരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ആ യുവതിയോട് മാത്രമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു, യുവാവിനോട് മാത്രമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി സംസാരിച്ചു. പക്ഷേ എത്ര സംസാരിച്ചിട്ട് പോലും അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. വിവാഹബന്ധം വേർപെടുത്തുവാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം കൂടി ചെയ്യാമോ, ഒരു ഭാഗം കൂടി ചെയ്യാമോ? നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടൊന്ന് വരാമോ? മനസ്സോടുകൂടെ അവർ വരാമെന്ന് പറഞ്ഞു. ഞാൻ ധരിച്ചിരുന്നത് ഒരു പക്ഷേ നാളെ അവർ വരുവാനായിട്ട് സാധ്യതയില്ലെന്നാണ്. പക്ഷേ പിറ്റേ ദിവസം അവർ വന്ന് അവരുടെ മാതാപിതാക്കളുമായിട്ട് വന്നു. അവരെ മാതാപിതാക്കളായിട്ട് വന്നപ്പോൾ ഞാൻ എല്ലാവരും ഒരുമിച്ചിരുത്തി ഞാൻ ഒന്ന് സംസാരിച്ചു. ഞാൻ അവരെ മാതാപിതാക്കളോട് മാത്രമായിട്ട് സംസാരിച്ചു, യുവാവിൻ്റെ മാതാപിതാക്കളോട് മാത്രമായിട്ട് സംസാരിച്ചു, പിന്നീട് യുവതിയുടെ മാതാപിതാക്കളോട് മാത്രമായിട്ട് സംസാരിച്ചു. അവരെല്ലാവരും ഒരുമിച്ചിരുത്തി സംസാരിച്ചു. പക്ഷേ അവർ തീരുമാനത്തിൽ നിന്നും പിന്തിരിയുവാനായിട്ട് ഒരു രീതിയിലും മാറാൻ വേണ്ടി പോകുന്നില്ല. അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നാളെയും കൂടി നിങ്ങൾക്ക് വരുവാനായിട്ട് സാധിക്കുമോ? നാളെ നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട്. മനസ്സോടുകൂടി അവരത് സമ്മതിച്ചു. പിറ്റേ ദിവസം അവർ വന്നു മാതാപിതാക്കളുമായിട്ട്. അവർ വന്ന ഉടനെ ഞാൻ ചെയ്തത്, പള്ളിയിലേക്ക് അവരെല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചു. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം അവരെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ അവിടെ ഇരുത്തി അവരെ പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ ഒരു അരമണിക്കൂർ നേരം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ആരാധന ഞങ്ങൾ ചെലവഴിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ അവരെല്ലാവരും വീണ്ടും എൻ്റെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു 10 മിനിറ്റ് നേരം മാത്രം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആ യുവതിയും യുവാവും എന്നോട് പറഞ്ഞു, അച്ഛൻ, ഞങ്ങൾക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, ഞങ്ങൾക്കിപ്പോൾ ബോധ്യമായി, ഞങ്ങളുടെ ഇരുവരുടെ ഭാഗത്ത് കുറ്റങ്ങളുണ്ടെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ബന്ധം വേർപെടുത്തുവാനായിട്ട് ഞങ്ങൾക്കിപ്പോൾ ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം വളരെ നല്ലതാണ്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ എടുത്ത ഈ തീരുമാനം മാത്രം പോരാ, നിങ്ങൾ ഒരു ധ്യാനം കൂടണം. അങ്ങനെ അവർ ധ്യാനം കൂടി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എന്നെ കാണുവാനായിട്ട് വന്നു. എന്നിട്ട് അവർ പറഞ്ഞാൽ, ഞങ്ങൾക്കിപ്പോൾ പൂർണ്ണമായിട്ട് ബോധ്യമായി, ഞങ്ങളിനി ജീവിതത്തിൻ്റെ അവസാനം വരെ അച്ഛാ ഞങ്ങൾ ഒരിക്കലും വേറെ പിരിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ യുവതിയും യുവാവും ആദ്യമായിട്ട് എന്നെ കാണുവാനായിട്ട് വന്നപ്പോൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. പക്ഷേ ഒരു മാറ്റവും അവരിൽ സംഭവിച്ചില്ല. അവരുടെ മനസ്സ് കല്ലുപോലെ തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴാണ് ഞാൻ അവരെ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചത്, ആ സമയത്താണ് അവരുടെ ഹൃദയങ്ങളിൽ, മനസ്സിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. എനിക്കുറപ്പാണ്, എൻ്റെ കഴിവില്ല. മറിച്ച്
പരിശുദ്ധ വിശുദ്ധ കുർബാനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അവരിൽ ഈ മാറ്റം സംഭവിച്ചത്. കല്ല് പോലത്തെ മനസ്സുകൾ നിർമ്മലമായിട്ട് മാറിയത്. പ്രിയപ്പെട്ടവരെ, തിരുസഭ മാതാവ് ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. വിശുദ്ധ കുർബാനയെ പ്രണയിച്ച, വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച വിശ്വാസത്തിൻ്റെ പോരാളിയായിട്ടുള്ള പോപ്പ് എമെരിറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് എഴുതിയ ആദ്യത്തെ അപ്പോസ്തലിക പ്രബോധനമാണ് സാക്രമെന്തും കാരിത്താത്തസ്. കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രബോധനമാണത്. അവിടെ പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്, എല്ലാ പ്രാർത്ഥനകളുടെയും പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. എല്ലാ പ്രാർത്ഥനകളുടെയും അഗ്രമാണ് വിശുദ്ധ കുർബാന. സുഹൃത്തുക്കൾക്കിടയിലുള്ള ഭക്ഷണമല്ല, ഇത് ഉടമ്പടിയുടെ രഹസ്യമാണ്. തിരുനാളുകളുടെ തിരുനാളാണ് ഈസ്റ്റർ. അതുപോലെ തന്നെ കൂദാശകളുടെ കൂദാശയാണ് വിശുദ്ധ കുർബാന. സ്നേഹത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന, ഇന്നും തുടരുന്ന അത്ഭുതം. കാർൽ അക്വിറ്റിസ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നില്ലേ, വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ്. ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നിത്യജീവിതത്തിലേക്കുള്ള പാതയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1324 ഖണ്ഡികയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇപ്രകാരം നിർവചിക്കുന്നു. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ഛ സ്ഥാനമാണ്. മറ്റു കൂദാശകളും സഭപരമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത ദൗത്യ പ്രവൃത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും, അതായത് നമ്മുടെ പെസഹയായ ക്രിസ്തു കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകെ തുകയും സംക്ഷിപ്ത രൂപവുമാണ്. എന്താണ് വിശുദ്ധ കുർബാന? വളരെ ലളിതമായിട്ടുള്ള ഒരു നിർവചനം ഇങ്ങനെയാണ്: യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഓർമ്മയും പുനരാവിഷ്കരണമാണ് വിശുദ്ധ കുർബാന. കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ ഓർമ്മയും ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് ഉള്ള അവിടുത്തെ കൽപ്പനയുടെ ഓർമ്മ പുതുക്കലുമാണ് ഓരോ ബലിയിലും സംഭവിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം, ഈ 3 ദിവ്യമായ രഹസ്യങ്ങളുടെ ആഘോഷമാണ് ഓരോ ബലിയിലും പുനരാവിഷ്കരിക്കുന്നത്. ഈ 3 ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങൾക്കും കൂടി പറയുന്ന ഒരു വാക്കാണ് പെസഹ മഹാരഹസ്യം. പഴയ പെസഹയുടെ പൂർത്തീകരണമാണ് പുതിയ പെസഹ ആയിട്ടുള്ള വിശുദ്ധ കുർബാന. പഴയ പെസഹ ഒരു പ്രതീകമായിരുന്നു, പുതിയ പെസഹ അതിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിലെ ബലിയുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തെ ബലിയിലെ വിശുദ്ധ കുർബാന. കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പുതിയ പെസഹ ആയ വിശുദ്ധ കുർബാന ഒരു ഉടമ്പടിയാണ്. ദൈവവുമായിട്ടുള്ള ഉടമ്പടി, ഒപ്പം ഒരു ഓർമ്മ പുതുക്കലാണ്. അനുദിനം പുതുക്കേണ്ട ഒരു ഓർമ്മ കൂടിയാണ് വിശുദ്ധ കുർബാന. ലൂക്ക 22:19 നമ്മൾ വായിക്കുന്നു: പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നിരവധി നാമങ്ങളാണ് വിശുദ്ധ കുർബാനയ്ക്ക് നൽകിയിരിക്കുന്നത്. ഓരോ പേരും വിശുദ്ധ കുർബാനയുടെ ചില പ്രത്യേകതകൾ പ്രകാശിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് കൃതജ്ഞതാ സ്തോത്രം, കാരണം അത് ദൈവത്തോടുള്ള കൃതജ്ഞത പ്രകടനമാണ്. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ അത്താഴം, കാരണം കർത്താവ് തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ രാത്രിയിൽ ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അത്താഴവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മൂന്നാമതായിട്ട് അപ്പം മുറിക്കൽ, കാരണം ഭക്ഷണമേശയിൽ എന്ന പോലെ യേശു അപ്പം ആശീർവദിക്കുകയും വിളമ്പുകയും ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് അന്തിമ അത്താഴത്തിൽ അവിടുന്ന് യഹൂദ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കർമ്മം അനുഷ്ഠിച്ചു. നാലാമതായിട്ട് സ്തോത്ര യാഗ സമ്മേളനം, കാരണം സഭയുടെ ദൃശ്യാവിഷ്കാരമായിട്ടുള്ള വിശ്വാസികളുടെ സമ്മേളനത്തിലാണ് സ്തോത്ര യാഗം ആഘോഷിക്കപ്പെടുന്നത്. അഞ്ചാമതായിട്ട് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകം. ആറാമതായിട്ടുള്ള വിശുദ്ധ ബലി.
ഏഴാമതായിട്ട് വിശുദ്ധവും ദൈവികമായിട്ടുള്ള ആരാധന. എട്ടാമതായിട്ട് കൂദാശകളുടെ കൂദാശയായതിനാൽ ഇതിനെ പരിശുദ്ധാത്മ കൂദാശ എന്നും വിളിക്കപ്പെടുന്നു. ഒൻപതാമത് വിശുദ്ധ കൂട്ടായ്മ. പത്താമത്തത് ദിവ്യ പ്രേഷണം. ഈ മഹത്തായ കൂദാശ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം പഴയ നിയമത്തിലേക്ക് ഒരു യാത്ര നടത്തുക എന്നുള്ളതാണ്. അതിന് കാരണം ബെനഡിക്റ്റ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് ബ്രാൻ പീറ്ററുടെ ഗ്രന്ഥമായിട്ടുള്ള യേശുവും വിശുദ്ധ കുർബാനയുടെ ജൂത വേരുകളും എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിട്ടുള്ള ഇസ്രായേലരുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പശ്ചാത്തലത്തിൽ നിന്നും വേർപ്പെടുത്തിയാൽ യേശുവിൻ്റെ സന്ദേശം പൂർണ്ണമായി തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ അഭിപ്രായപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ ഒരു മുൻ നിഴൽ, ഒരു മുൻ ആസ്വാദനം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 3:19 നമ്മൾ വായിക്കുകയാണ്. ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട ഫലം കുർബാനയുടെ ഒരു മുൻ നിഴലായിട്ട് കാണുന്നു. വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കുന്നതിലൂടെ ആദവും ഹവ്വയും മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, അതേസമയം കുർബാനയിൽ പങ്കെടുക്കുന്നവർ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതിലൂടെ നിത്യജീവൻ ലഭിക്കുന്നു. രണ്ടാമതായിട്ട് ഉൽപ്പത്തി 14:18 നമ്മൾ കാണുകയാണ്. സാലം രാജാവായിട്ടുള്ള മെൽക്കി സദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രാഹിമിനെ ആശീർവദിക്കുന്നതായിട്ട്. ഇവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. മൂന്നാമതായിട്ട് ഇസ്രായേൽക്കാർ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തുന്നവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. ഈ മന്നയാകട്ടെ വിശുദ്ധ കുർബാനയുടെ ഒരു മുൻ നിഴലാണ്, വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. വീണ്ടും നമ്മൾ കാണുകയാണ് 1 രാജാക്കന്മാർ 19 നമ്മൾ കാണുകയാണ്. ഏലിയ ഭയപ്പെട്ട് ഇസബെലിൽ നിന്നും മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഒരു ദിവസം അലഞ്ഞു നടന്ന ശേഷം അവൻ ഒരു ഒറ്റപ്പെട്ട മരത്തിനരികിൽ മരിക്കുവാനായിട്ട് അനുവദിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദൈവം ഒരു ദൂതൻ വഴി അപ്പവും വെള്ളം നൽകി പരിപോഷിപ്പിക്കുന്നു. ഈ ഭക്ഷണത്തിൻ്റെ ശക്തി ഹേറബ് പർവ്വതത്തിലേക്കുള്ള 40 ദിവസത്തെ യാത്രയിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനായിട്ട് സഹായിച്ചു. ഈ ഭക്ഷണം വിശുദ്ധ കുർബാനയുടെ ഒരു മുൻ നിഴലായിട്ട് കാണപ്പെടുന്നു. വീണ്ടും എസെക്കേൽ 3:3 നമ്മൾ വായിക്കുകയാണ്. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുള് ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. എസെക്കേൽ പ്രവാചകൻ ഭക്ഷിച്ച ഈ മധുരമുള്ള ചുരുൾ കുർബാനയുടെ മറ്റൊരു അടയാളമായിട്ട് കാണപ്പെടുന്നു. പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള യേശുവിൻ്റെ പ്രബോധനം നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. ആരംഭത്തിൽ നമ്മൾ കാണുകയാണ് അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം സുവിശേഷകനായിട്ട് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുവാൻ കാരണം വിശുദ്ധ കുർബാന സമൃദ്ധിയുടെ കൂദാശ എന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. തുടർന്ന് ഈശ്വര പ്രബോധനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ ജീവൻ്റെ അപ്പമാണ് എന്ന് തൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശുക്കയിലെന്നും ദാഹിക്കയിലെന്നും ഈശോ പ്രസ്താവിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം താനാണെന്നും ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കുമെന്നും ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്ന അപ്പം തൻ്റെ ശരീരമാണെന്നും തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്നും താൻ ആ വ്യക്തിയിൽ വസിക്കുമെന്നും അവസാന ദിവസം അവരെ ഉയർപ്പിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഒരിക്കൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ ചുമതലത്തിലെത്തിയ തീർത്ഥാടകരോട് ഇപ്രകാരം പറയുകയുണ്ടായി: വിശുദ്ധ കുർബാന ഒരു സാമൂഹിക പ്രകടനമല്ല, ടൂറിസ്റ്റുകൾ ആകർഷിക്കുവാനായിട്ടുള്ള ചടങ്ങുകളുമല്ല. വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, ഈ കൂദാശയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമുണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ദൈവികമായ ആധികാരികതയിൽ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമേ ഗ്രഹിക്കുവാനായിട്ട് കഴിയൂ. നമ്മൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യമാണ് വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനും വേണ്ടി മാത്രം പല കാലഘട്ടങ്ങളിൽ പല ദേശങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ,
ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. മറ്റു കൂദാശകൾ സ്ഥാപിച്ചപ്പോൾ യേശുവിന് വേദനിച്ചില്ല, എന്നാൽ ഈ കൂദാശ സ്ഥാപിച്ചപ്പോൾ അവിടുത്തേക്ക് വേദനിച്ചു. കാരണം സ്വന്തം ശരീരവും രക്തവും നൽകിയാണ് അവിടുന്ന് ഈ കൂദാശ സ്ഥാപിച്ചത്. നമ്മുടെ ജീവിതം ഒരു ബലിയായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ബലിയർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന കർമ്മമണ്ഡലത്തിൽ നാം മുറിച്ച് നൽകുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലിയർപ്പണം പൂർണ്ണമായിട്ട് മാറുക. ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അപ്രകാരം ക്രമപ്പെടുത്തുവാൻ, മുറിച്ചു നൽകുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഓർക്കാം, മുറിവേറ്റവൻ മുറിവ് ഉണക്കുന്നവനാണ്. നമ്മുടെ ജീവിതങ്ങളിലെ മുറിവുകൾ, യാതനകൾ അവൻ അറിയുന്നു, അവൻ കാണുന്നു. അവിടുന്ന് നമ്മുടെ മുറിവുകളെ ഉണക്കും, യാതനകളെ അകറ്റും വിശുദ്ധ കുർബാനയിലൂടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.